നമ്മൾ ഫേസ്ബുക്ക് പേജൊക്കെ സെറ്റപ്പ് ചെയ്തു അല്ലേ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഫേസ്ബുക്ക് പേജ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ആ പേജിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ, അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ലിങ്ക്ഡ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു പബ്ലിക് അക്കൗണ്ട് ആയിരിക്കും. അതിനെ സ്വിച്ച് ടു പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ഓർ ക്രിയേറ്റർ അക്കൗണ്ടിലോട്ട് മാറ്റണം. എന്നാൽ മാത്രമേ ഇത് കണക്റ്റ് ആവുള്ളൂ. ഒരിക്കലും ഒരു പേഴ്സൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ഒരിക്കലും ഫേസ്ബുക്ക് പേജിൽ എന്താവില്ല, കണക്റ്റഡ് ആവില്ല. ഓൾസോ വാട്സപ്പിലോട്ട് വരുമ്പോൾ നോർമൽ വാട്സപ്പ് നമ്പർ പറ്റില്ല, വാട്സപ്പ് ബിസിനസ് നമ്പർ വെച്ചിട്ട് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കണക്ഷൻസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ ആഡ്സ് മാനേജർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് മെറ്റ ആഡ്സ് മാനേജറിനെ കുറിച്ചിട്ടാണ്. ഇതിലും ഞാൻ വളരെ ബേസിക് ആയിട്ടൊരു സിമ്പിളായിട്ടൊരു റീച്ച് ക്യാമ്പയിൻ, മാക്സിമം നമ്പറിലോട്ട് ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ളൊരു ക്യാമ്പയിനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് ഒരു ലോട്ട്സ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ അത് ഒരു ക്ലാസ് കൊണ്ട് തീരുന്നതല്ല. പക്ഷേ വളരെ ബേസിക്കായിട്ട് മെറ്റ ആഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോകുന്നത് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് മെറ്റ ആഡ്സ് മാനേജർ സെർച്ച് ചെയ്യാം. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആ സ്പെസിഫിക് ഇമെയിലിൽ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗിൻ ആണെന്നും നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും മേക്ക് ഷുവർ ചെയ്യുക. അപ്പോൾ ഈ ആഡ്സ് മാനേജറിൻ്റെ പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇന്നാവാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെറ്റ ആഡ്സ് മാനേജറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വാട്ട് ഈസ് ആഡ്സ് മാനേജർ, എന്താണ് ആഡ്സ് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട് ആഡ്സ് മാനേജർ ഈസ് യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ റണ്ണിങ് ആഡ്സ് ഓൺ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, ഓഡിയൻസ് നെറ്റ്വർക്ക് എന്നത്. അതായത് നിങ്ങൾക്കൊരു ആക്ച്വലി ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്? മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടെ, എല്ലായിടത്തും ഇത് ഒരുപോലെയാണ്. ആകെ മാറാൻ വേണ്ടി പോകുന്നത് അവിടുത്തെ കറൻസിയും അവിടുത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അവിടുത്തെ ടൈം സോണും മാത്രമാണ്. ഓക്കെ, അതായത് ഇത് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ ടൂളാണ്. നിങ്ങൾ കാണുന്ന മെറ്റയിൽ കാണുന്ന എല്ലാ അഡ്വർടൈസ്മെൻറ്റുകളും സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സ്പെസിഫിക് ടൂൾ വഴിയാണ്. ഇപ്പോഴത്തെ ഒരു മോഡേൺ AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് MCP ഒക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോംപ്റ്റിലൂടെ ക്യാമ്പയിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് ഞാൻ നേരത്തെ പറയാറുള്ള പോലെ അത് .inൻ്റെ സ്പെസിഫിക് അഡ്വാൻസ്ഡ് കോഴ്സിലാണ് അതുള്ളത്. നമുക്കിപ്പോൾ ഇത് വളരെ ബേസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാർട്ട് നൗ ഉണ്ട്. അവിടെ നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ യെസ്, അപ്പോൾ ഏകദേശം ഇതേപോലൊരു ആഡ് അക്കൗണ്ടിലോട്ട് നിങ്ങൾ എത്തും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇത് കാണിച്ചു തരാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് ആഡ് അക്കൗണ്ടുകളുണ്ട്. ഞാൻ ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് ക്ലയൻസ് ഉണ്ട്, പിന്നെ എൻ്റെ കറൻറ്റ് കുറേ ബിസിനസ്സുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡയറക്റ്റ് എൻ്റെ ഒരു ആഡ് അക്കൗണ്ടിലോട്ട് വന്നത്. ഓക്കെ, സോ ഇതായിരിക്കും ഒരു ആഡ് അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പയിനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ഏതൊരു ബിസിനസ്സിനും മെറ്റയിൽ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ചൂസ് ചെയ്യണം അല്ലേ? ഏതൊരു ബിസിനസ്സിനും ആ ബിസിനസ് ഗോളുകൾ ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ബിസിനസ്സുകൾക്ക് ആ ബിസിനസ്സിന് കോൾസ് വരാനായിരിക്കും, ചില ബിസിനസ്സിന് പർച്ചേസ് നടത്താനായിരിക്കും, ചില ആൾക്കാർ വാട്സപ്പ് ത്രൂ മെസ്സേജസ് വരാനായിരിക്കും, ചില ബിസിനസ്സിന് ബ്രാൻഡിങ് മാത്രമായിരിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകാം. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ആ സ്പെസിഫിക് ബ്രാൻഡിനെ കുറിച്ചിട്ടൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിൽ റീച്ച് ഉണ്ട്, ബ്രാൻഡ് അവയർനെസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു സെയിൽസോ അല്ലെങ്കിൽ കുറേ ലീഡ്സോ ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ഔട്ട്റീച്ച്, ബ്രാൻഡ് ഔട്ട്റീച്ച് ആണ് നിങ്ങളുടെ ലക്ഷ്യം.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈജീൻ്റെ ഒരു ഷോറൂം കൊച്ചിയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വിക്കായിട്ട് ആൾക്കാരിലോട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ബ്രാൻഡിങ് എന്താ പറയുക, അവരുടെ മെമ്മറീസിലോട്ട് നമ്മുടെ ബ്രാൻഡിനെ കുറച്ചും കൂടിയും നല്ല രീതിയിൽ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ബ്രാൻഡ് ക്യാമ്പയിനുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നിങ്ങൾക്ക് എത്തിക്കണം. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ അതൊരു വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ലാൻഡിങ് പേജ് ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റുകളായിരിക്കാം. അതായത് ഒരു യൂസറിന്, ഒരു സെറ്റ് ഓഫ് യൂസേഴ്സ്, നമുക്ക് ട്രാഫിക് ജാം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ട്രാഫിക് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് യൂസേഴ്സിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് ട്രാഫിക് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഞാൻ വളരെ ക്വിക്കായിട്ടാണ് പറഞ്ഞു പോകണത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എൻഗേജ്മെൻറ്റ്. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്തൊക്കെയാണ് എൻഗേജ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയായിരിക്കും നമ്മളോട് എൻഗേജ് ചെയ്യുന്നുണ്ടാവുക? ലൈക്ക് ആയിട്ടാവും, കമൻ്റ് ആയിട്ടാവും, അല്ലെങ്കിൽ സേവ് ആയിട്ടാവും, അല്ലെങ്കിൽ ഷെയർ ആയിട്ടാവും. ഇത്തരത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആൾക്കാർ നമ്മളായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ, അതിപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പല രീതിയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ്. ഇപ്പോൾ വാട്സപ്പ് ത്രൂ കോൺവെർസേഷൻ ചെയ്യുന്നത് എന്താണ്, ഒരു എൻഗേജ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ വീഡിയോസിൽ വന്നിട്ട് ലൈക്ക് കൂട്ടാനുള്ള ക്യാമ്പയിൻ, അല്ലെങ്കിൽ കമൻറ്റ്സ് ഇൻട്രാക്ഷൻസ് വരാനുള്ള ക്യാമ്പയിൻ, ഇതൊക്കെ എൻഗേജ്മെൻറ്റ് അണ്ടറിലാണ് കൂടുതലും വരുന്നുണ്ടാവാം. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ലീഡ്സ്. ഏതൊരു ബിസിനസ് ഓണറും, പ്രത്യേകിച്ച് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ്, ലൈക്ക് സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ എഡ്യൂടെക് ആവാം, ഹെൽത്ത് ആവാം, അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള എന്താ പറയുക പ്രോബ്ലം സോൾവിങ് സർവീസസുകളാവാം, ഇപ്പോൾ പ്ലംബിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലീനിങ് സർവീസസുകളോ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. സോ ലീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമൊക്കെ ആയിട്ട് നമ്മൾ സ്കോളർഷിപ്പ് എക്സാം എഴുതുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടൊരു കോള് വരും അല്ലേ. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഡാറ്റ കളക്ട് ചെയ്യായിരുന്നു ഇവർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ട്രഡീഷണൽ മെത്തേഡായിരുന്നു. ഇപ്പോൾ ഡിജിറ്റലി നമുക്ക് യൂസേഴ്സിൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ ഡാറ്റാസ് കളക്ട് ചെയ്യാം. അപ്പോൾ ലീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഡാറ്റയാണ്. അതായത് യൂസേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ന് പറയുന്നത് ലീഡ്സ് എന്ന് പറയുന്നത്, ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 100-200 ഡാറ്റ ഒക്കെ ഒരു എഡ്യൂടെക് കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ വിളിക്കുന്നു, സംസാരിക്കുന്നു, കോഴ്സിനെ കുറിച്ച് പറയുന്നു, അവർ അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിസിനസ്സുകൾ റൺ ആവുന്നത് അല്ലേ. അപ്പോൾ ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയാണ് മെയിനായിട്ട്. അപ്പോൾ ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ക്യാമ്പയിനാണ് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ ലീഡുകൾ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് വെബ്സൈറ്റ് വഴി കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോം വഴി കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കളക്ട് ചെയ്യാം, വാട്സപ്പ് വഴി കളക്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ആപ്പ് പ്രൊമോഷൻ. അതിൽ തന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളൊരു ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ ഇൻസ്റ്റാൾസ് കൂട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രാക്ഷൻസ് കൂട്ടാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആപ്പ് പ്രൊമോഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഗെയിമിംഗ് കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു ഗെയിം ലോഞ്ച് ചെയ്യാണ്, പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്തായിരിക്കും, അതിൻ്റെ ഇൻസ്റ്റാൾ കൂട്ടാന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഇൻസ്റ്റാൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്പ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാൾ കൂട്ടാനുള്ള ക്യാമ്പയിൻ മെത്തേഡുകൾ, അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ചില ഇൻസ്റ്റാഗ്രാമിൽ ആഡുകൾ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ മേ ബി നമ്മൾ ഡയറക്റ്റ്ലി നമ്മളെ പ്ലേ സ്റ്റോറിലോട്ടോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോട്ടോ ഒക്കെ പോകുന്ന രീതി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പ്ലേ സ്റ്റോറിന് വേണ്ടിയിട്ടും ക്യാമ്പയിൻ റൺ ചെയ്യാം, ആപ്പിൾ യൂസേഴ്സിന് വേണ്ടിയിട്ടും, അതായത് ആപ്പ് സ്റ്റോറിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിൽ കുറച്ച് ക്രൈറ്റീരിയൻസ് ഉണ്ട്, അഡ്വാൻസ്ഡ് ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഈസ് സെയിൽസ്. നിങ്ങളൊരു ഇ-കൊമേഴ്സ് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊരു ഫുഡ് പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ വാച്ചസോ ചെരുപ്പുകളൊക്കെ സെല് ചെയ്യുന്ന ഒരു ഇ-കോം സ്റ്റോർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വിത്തൗട്ട് എ മിഡിൽ മാൻ, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിൽ വെബ്സൈറ്റ് പർച്ചേസസുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു
ഇ കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് സെയിൽസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, സെയിൽസ് ജനറേറ്റ് ചെയ്യുക. ഡയറക്റ്റ് സെയിൽസ് നമുക്ക് ഇത് ത്രൂ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വെബ്സൈറ്റ് പർച്ചേസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 ലക്ഷം സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അത് നമ്മളുടെ ഒരു കമ്പനി ആയിട്ടുള്ള ഒരു എഡ്യൂടെക് കമ്പനിയുടെ റെക്കോർഡഡ് കോഴ്സസിന് വേണ്ടിയിട്ടാണ് നമ്മളത് എന്ത് ചെയ്തത്, അങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 20 ലക്ഷം രൂപ നമ്മൾ റിട്ടേൺ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിറ്റിക്കൽ മൈൻഡ് ആൻഡ് അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രത്തോളം വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലുള്ളത് ആക്ച്വലി. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവുകൾ മനസ്സിലായെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റീവുകൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം നാളെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് വരാണ്. ഓക്കെ, അപ്പോൾ ആള് ഒരിക്കലും വന്നിട്ട് പറയില്ല മെറ്റാഡ്സ് മാനേജറിൽ പോയിട്ട് എനിക്ക് ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിനാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളെപ്പോഴും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റുകൾ കേൾക്കാണ് ചെയ്യുക അല്ലേ. ഇപ്പോൾ നാളെ മൈജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഹംസാദ് ഞങ്ങൾ നാളെ ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആക്കാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഓക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുകയും ആ ക്യൂരിയോസിറ്റിയുടെ ഒരു ബ്രാൻഡ് അവയർനെസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അത് ആ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. ഈ ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വളരെ ബേസിക് ആയിട്ടൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അഡ്വാൻസ്ഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കോണ്ടാക്ട് വിത്ത്. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്കിത് മനസ്സിലായി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോട്ടിനെ കണക്ട് ചെയ്യാം. ഡോട്ടിൽ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും കവർ ചെയ്യുന്നുണ്ടാവുക. യെസ്, അപ്പോൾ ഞാനിവിടെ അവയർനെസ് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് 3 സെറ്റായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. കണ്ടോ, 3 സെറ്റുകളുണ്ട് ഇവിടെ. ഇത് ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ആഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് പറ്റും. തൊട്ട് താഴെ തന്നെ ആഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് 3 ലെയറുകളാണ്. ഈ ലെയറുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു സെറ്റപ്പ് എ ക്യാമ്പയിൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ക്യാമ്പയിൻ നെയിം കൊടുക്കലാന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, അവയർനെസ് ക്യാമ്പയിൻ ഫോർ മൈജി എന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പേര് കൊടുത്തു. ഇതിൽ നമുക്കിപ്പോൾ ഇവിടെ ക്യാമ്പയിൻ ഡീറ്റെയിൽസ് ഉണ്ട്, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവുകളുണ്ട്. ഇതിൽ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതല്ല നോർമൽ ക്യാമ്പയിനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാര്യമായിട്ട് നോക്കണ്ട. അഗെയിൻ ഞാൻ പറയുന്നു, ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ, അഡ്വാൻസ്ഡ് ക്യാമ്പയിൻ ബഡ്ജറ്റ്, ABO മെത്തേഡ്, CBO മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് മിനിമം ചിലപ്പോൾ ഒരു 6-7 മണിക്കൂറിൻ്റെ സെഷൻ തന്നെ വേണ്ടി വരും. കാരണം അതൊക്കെ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കൈൻഡ് ഓഫ് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റത്തിൽ നിന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പേര് മാത്രം സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്താണ് നെക്സ്റ്റിലോട്ട് പോവാണ്. ഓക്കെ, പിന്നെ ഇതിൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റയുടെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു റൂള് പോലെയാണ്. അതായത് ചില കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, അതിനാണ് സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു വെരിഫൈ. അത്രേ ഉള്ളൂ. ഏതൊക്കെയാണ് കാറ്റഗറി എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് അവർ ബിസിനസ് ഈസ് റെപ്രസെൻറ്റിംഗ് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ഓർ എംപ്ലോയ്മെൻറ്റ്, ഹൗസിംഗ്, സോഷ്യൽ ഇഷ്യൂസ്, എലക്ഷൻസ് ഓർ പൊളിറ്റിക്സ്, ഇത്തരം കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വെരിഫൈ ദാറ്റ്. ഓക്കെ, അത് മാത്രമാണ്. അത് കാരണം ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളും ഫോൾസ് പ്രോമിസസുകളും കൂടുതൽ പോകാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പോകാണ്ടിരിക്കാനുള്ള ഒരു പോളിസിയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഒരു ഏരിയ അതിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആഡ് സെറ്റിൻ്റെ ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ക്യാമ്പയിനിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല അല്ലേ, പേര് മാത്രം കൊടുത്തുള്ളൂ. പക്ഷേ ആഡ് സെറ്റിലോട്ട് വരുമ്പോൾ ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആഡ് സെറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ടാർഗറ്റിംഗ്
ഓഡിയൻസ് ആൻഡ് പ്ലേസ്മെൻറ്റ്, എവിടെയാണ് ആഡ് കാണിക്കേണ്ടത്. നമ്മൾ ആദ്യം മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. റൈറ്റ് ടൈമിൽ റൈറ്റ് പീപ്പിൾസിന് റൈറ്റ് പ്ലേസിൽ റൈറ്റ് മെസ്സേജ് കൊടുക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആഡ് സെറ്റ് ട്രിവാൻഡ്രം, നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവിടെ ഇന്ന കൊടുത്താൽ റീച്ച് ഉണ്ടാവൂ, അല്ലെങ്കിൽ ഇവിടെ ഈ ലൊക്കേഷൻ കൊടുക്കണം, അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ദെൻ പെർഫോമൻസ് ഗോൾ എന്താണെന്നുള്ളതാണ്. പെർഫോമൻസ് ഗോൾ എന്താണ്? മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ് ആണ്, നമുക്ക് മാക്സിമം റീച്ച് കിട്ടുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഏതെങ്കിലും പേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ പഴയൊരു പേജ് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് സെറ്റപ്പ് ചെയ്യാം. അതായത് ഡെയിലി ബഡ്ജറ്റ് എത്ര വേണം. 2 ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട് ഇതിൽ. ഒന്ന് ഡെയിലി ബഡ്ജറ്റും ഒന്ന് ലൈഫ് ടൈം ബഡ്ജറ്റും. ഡെയിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിക്സിൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 500 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആകുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ 2 ദിവസമാണെങ്കിൽ ഒരു 1000, ഏകദേശം 1000 രൂപ സ്പെൻഡ് ആവും. ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാം. അപ്പോൾ ലെറ്റ്സ് സേ ഞാനിവിടെ ഒരു 5000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമ്പയിൻ ആ പൈസ തീരുന്ന വരെ റൺ ചെയ്യും. ചിലപ്പോൾ അത് 1 ദിവസം കൊണ്ട് തീരും, ചിലപ്പോൾ 3 ദിവസം കൊണ്ട് തീരും. അത് മറ്റായിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവുക. ഡെയിലി ബഡ്ജറ്റ് ആകുമ്പോൾ നമ്മുടെ കയ്യിലായിരിക്കും കൺട്രോൾ. പക്ഷേ അക്കോർഡിംഗ് ടു ദ വേരിയസ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഇത് മാറ്റി ചെയ്യണോട് തെറ്റൊന്നുമില്ല. ഇന്നതേ വർക്കാവുന്നൊന്നുമില്ല, നിങ്ങൾക്കിത് മാറ്റി ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഡെയിലി ബഡ്ജറ്റിൽ ഒരു 100 രൂപ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വളരെ ബേസിക് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എൻഡ് ഡേറ്റ് ഒക്കെ കൊടുക്കാം, സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻഡ് ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല, നമുക്ക് മാനുവലി സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. ദെൻ തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓഡിയൻസ് കൺട്രോൾസ് എന്നുള്ളൊരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താ, നമ്മൾ ജസ്റ്റ് എന്താണ് പെർഫോമൻസ് ഗോൾ എന്നുള്ളത് പറഞ്ഞു, ഫേസ്ബുക്ക് പേജ് കണക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ നമുക്ക് ഡെയിലി ബഡ്ജറ്റും ലൈഫ് ടൈം ബഡ്ജറ്റും നമ്മൾ കവർ ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓഡിയൻസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓഡിയൻസിനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലൊക്കേഷനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം മാത്രമാണ് ആഡ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ട്രിവാൻഡ്രം സിറ്റി എന്ത് ചെയ്തു, ചൂസ് ചെയ്ത് കൊടുത്തു. ഓൾസോ എനിക്കിപ്പോൾ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഉണ്ടാകും, ഇവിടെ ഡ്രോപ്പ് ഇൻ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇതേപോലെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷനിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രോപ്പറായിട്ട് ആഡ് കാണിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓഡിയൻസ് സജഷൻസ്. ഇവിടെയാണ് നമ്മളെ ടാർഗറ്റിങ്. ഇതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട് കേട്ടോ. അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമായിട്ട് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം, ലുക്കലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം, ഒറിജിനൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആണ്. ഞാൻ വളരെ നോർമലായിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു ഓഡിയൻസിനെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഏജ് കൊടുത്തു, നമ്മളുടെ ടാർഗറ്റിംഗ് ഓഡിയൻസിൻ്റെ ഏജ്. ഇപ്പോൾ ലെറ്റ്സ് നമുക്കൊരു 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരെ കാണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ ഏജ് കാറ്റഗറി. ദെൻ ജെൻഡേഴ്സ് ഇവിടെ കൊടുക്കാം, മെന്നിന് മാത്രമാണോ വുമണിന് മാത്രമാണോ, അല്ലേ. പല ബ്രാൻഡുകളും മെൻ സ്പെസിഫിക് ഉണ്ട്, വുമൺ സ്പെസിഫിക് ഉണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് യു ക്യാൻ ടാർഗറ്റ് യുവർ ഓഡിയൻസ് എന്നുള്ളതാണ്. ദെൻ ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 3 നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ടാർഗറ്റിങ്ങിന്. ഒന്ന് ഡെമോഗ്രാഫിക്സ് ആണ്, രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ആണ്, മൂന്നാമത്തെ ബിഹേവിയർ ആണ്. ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വിദ്യാഭ്യാസം, അവരുടെ ചിലപ്പോൾ മാരേജ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരീഡ് ആണോ, കുട്ടികളുള്ള ആൾക്കാരാണോ, പേരൻസ് ആണോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻകം, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡെമോഗ്രാഫിക്സ് ബേസ്ഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫുഡിൽ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ചൈനീസ് ഫുഡ് ആൻഡ് അറബിക് ഫുഡുകളൊക്കെയാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർ കോഫി ലവേഴ്സ് ആയിരിക്കും, ചില ആൾക്കാർക്ക് കേക്ക്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ്. ഇപ്പോൾ സ്പോർട്സിൻ്റെ കേസ് പറയാൻ ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഫുട്ബോളാണ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ ബിഹേവിയറാണ് ഇതിൽ കൂടുതലും. അതായത് കൂടുതലും ടി വി കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും വരാം. ഇനി നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്,
നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ChatGPT അസിസ്റ്റൻസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടിയും കാണിച്ചു തരാം എങ്ങനെ ChatGPT യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആക്ട് ആസ് എ മെറ്റ ആഡ് എക്സ്പേർട്ട്, ഇതാണ് പ്രോംപ്റ്റ് അല്ലേ. ഐ നീഡ് ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ഇൻ മെറ്റ ആഡ്സ് ഫോർ റീച്ച് ക്യാമ്പയിൻ അല്ലേ. റീച്ച് ക്യാമ്പയിൻ ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഫോർ കമ്പനി ഏതാ, മൈജി. ഐ വിൽ ഷെയർ ദ വെബ്സൈറ്റ് ലിങ്ക് ഓൾസോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഞാൻ നേരെ പോയിട്ട് മൈജീൻ്റെ എന്തിലേക്ക് പോവാണ്, വെബ്സൈറ്റ് പോകുന്നു. നേരെ ഞാൻ മൈജീൻ്റെ വെബ്സൈറ്റ് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ നേരെ ChatGPT പോകുന്നു, കൊടുക്കുന്നു. ഓക്കെ, ദെൻ എൻ്റർ അമർത്തുന്നു. അപ്പോൾ എനിക്ക് ടാർഗറ്റിംഗ് സജഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ടാർഗറ്റിംഗ് സജഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, among the people like to buy electronics. ഓക്കെ, വേണ്ട സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്പ്, ഹോം അപ്ലയൻസസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അവരുടെ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഇപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മൊബൈൽ ഫോൺസ്. ഞാൻ മൊബൈലിൽ നിന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഉണ്ട് മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇൻട്രസ്റ്റ്, അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ആഡ് കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ അഗെയിൻ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും, സജഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഡിവൈസസ്, കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഷൂ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടി പറ്റുമോ, ചപ്പൽ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതാണ് പറഞ്ഞത്, പ്രോപ്പറായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഒരു ഷൂ കാണിക്കേണ്ട ആൾക്കാരെ നമ്മൾ ഷൂ തന്നെ കാണിക്കണം, ലിപ്സ്റ്റിക്ക് കാണിക്കേണ്ട ആൾക്കാരെ ലിപ്സ്റ്റിക്ക് തന്നെ കാണിക്കണം. അതുപോലെ തന്നെ മൈജീൻ്റെ പ്രൊഡക്ട്സ് ആവശ്യമുള്ള ആൾക്കാരെ മൈജീൻ്റെ പ്രൊഡക്ട്സിൻ്റെ റിലേറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കാണിക്കേണ്ടത്, ആഡായിട്ട് കാണിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, റോങ് ടാർഗറ്റിങ് നടക്കും, റോങ് ഓഡിയൻസിലോട്ട് അതെത്തും. അപ്പോൾ അവിടെ കച്ചവടം നടക്കില്ല, അല്ലെങ്കിൽ അവയർനെസ് പ്രോപ്പറായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വളരെ റെലവൻ്റ് ആയിട്ട് മാക്സിമം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു, ഡിവൈസുകൾ ആഡ് ചെയ്തു, ഫോണുകൾ ആഡ് ചെയ്തു. ദെൻ താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ പ്ലേസ്മെൻ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ആഡ് കാണിക്കേണ്ടതെന്നുള്ളതൊക്കെ ഈ പ്ലേസ്മെൻറ്റിൽ ഫേസ്ബുക്കിൽ കാണിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അൺസെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും എന്ത് ചെയ്ത് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ആഡ് സെറ്റ് കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ചെയ്തത്. മെയിനായിട്ടും കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ബഡ്ജറ്റ് സെറ്റപ്പ് ചെയ്തു. രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്തു, ലൊക്കേഷൻസ് പോലെയുള്ള ടാർഗറ്റിംഗ്, ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്, ഇൻട്രസ്റ്റ്, ഡെമോഗ്രാഫിക്സ്, ബിഹേവിയർ വെച്ചിട്ടുള്ള ടാർഗറ്റിംഗ് സെറ്റപ്പ് ചെയ്തു. ദെൻ പ്ലേസ്മെൻറ്റുകൾ സെറ്റപ്പ് ചെയ്തു. ഇതൊക്കെയാണ് ഇതിൽ കൂടുതലും വരുന്നത്. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദ നെക്സ്റ്റ് വൺ ഈസ് ആഡ്. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി പറയുകയാണെങ്കിൽ ആൾക്കാർ എന്താണ് കാണുന്നത് ആഡായിട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മൈജീൻ്റെ ക്യാൻ യു ക്രിയേറ്റ് എ ആഡ് കോപ്പി ഫോർ ദിസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കൊരു ഇമേജ് വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി കോപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഐ നീഡ് ഇമേജ് ഫോർ ഇൻസ്റ്റാഗ്രാം ആഡ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമേജ് ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഏകദേശം ലിമിറ്റ് എന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ലിമിറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ബിക്കോസ് ഐ എം യൂസിങ് സോ മച്ച് ഓഫ് ക്രെഡിറ്റ്സ്. ഓക്കെ, ദാറ്റ്സ് വൈ മേ ബി. സോ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഞാൻ നേരെ പോവാണ്. നേരെ ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം മൈജിയുടെ ഏതെങ്കിലും ഒരു ഇമേജസ് ഡൗൺലോഡ് ചെയ്യാം. ലെറ്റ്സ് മൈജീൻ്റെ ആഡ് കോപ്പി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ. ഇപ്പോൾ ഓക്കെ, നല്ലൊരു ആഡ് കോപ്പി നോക്കാം. ഓക്കെ, ദിസ് സീംസ് ഗുഡ്, ഗ്രേറ്റ്. ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് നോക്കാം.
ഓക്കെ. യെസ്, തൽക്കാലം ഞാൻ ഈ ഒരു ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. ആൻഡ് ഈ ഒരു ഇമേജ് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ആഡായിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഞാൻ ആഡെന്ന് കൊടുത്തു. ദെൻ നമ്മൾ ഫേസ്ബുക്ക് പേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആഡ് സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ആയിട്ട് സെറ്റപ്പ് ചെയ്യാം, കറോസലായിട്ട് സെറ്റപ്പ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു ഇമേജ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇമേജ് ആഡ് കൊടുക്കുന്നു. നമുക്കിവിടെ ഒരുപാട് ആഡുകൾ കാണാം. ഞാൻ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, തൽക്കാലം ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, ഇത് കറക്റ്റ് റേഷ്യോ അല്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ ഡൺ കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആ ആഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ? ഓക്കെ, ഈ ആഡ്. അപ്പോൾ ഇതുപോലെയാണ്, ഇത് വളരെ ഈസിയാണ്. ഓക്കെ, നമുക്കിത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രിവ്യൂ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ പ്രൈമറി ടെക്സ്റ്റ് എന്നുകൊണ്ട് ഒരു ടെക്സ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഈ പ്രൈമറി ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം നമ്മളെ ഒരു ആദ്യം കാണുന്ന അല്ലെങ്കിൽ ഒരു മറ്റേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആദ്യത്തെ ടെക്സ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ആഡ് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രൈമറി ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ പ്രൈമറി ടെക്സ്റ്റ് കോപ്പി ചെയ്യാണ്. കണ്ടോ, മലയാളത്തിലുള്ള പ്രൈമറി ടെക്സ്റ്റ് കോപ്പി ചെയ്തു. ദിസ് ഈസ് ദ പവർ ഓഫ് AI കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൈമറി ടെക്സ്റ്റ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടി. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ ഫേസ്ബുക്കിലാണെങ്കിൽ ഇങ്ങനെ വരും, മേലെയാണ് വരിക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇത് ഏകദേശം താഴെയായിട്ടായിരിക്കും എന്ത് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ പ്രൈമറി ടെക്സ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തുണ്ട്, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, കാര്യങ്ങൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് ഇതൊരു എന്താ പറയുക, നോർമൽ ക്യാമ്പയിൻ, റീച്ച് ക്യാമ്പയിൻ ആയതുകൊണ്ട് നമുക്കിവിടെ CTA ആഡണം നിർബന്ധമില്ല. കാരണം നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലോട്ട് ഇത് എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, ബേസിക് ക്യാമ്പയിനാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI ബിസിനസ് അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് കോഴ്സിലായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ഈ AI ബിസിനസ് അസിസ്റ്റൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ആഡിന് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ളത് നമ്മൾ അതിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൂടുതലും ഷെയർ ചെയ്യുന്നുണ്ടാവുക. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ റീച്ച് ക്യാമ്പയിനിൽ ഇമേജസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്തൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്രൈമറി ടെക്സ്റ്റ് സെറ്റപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ അഗെയിൻ പറയുന്നു, AI എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. എല്ലാം AI എന്നുള്ളതിലുപരി മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ ഒരു ഹ്യൂമൻ ഇമോഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ആണ്. നമ്മളൊരിക്കലും ഒരു റോബോട്ടിനല്ല മാർക്കറ്റിംഗ് ചെയ്യുന്നത്, നമ്മളൊരു മനുഷ്യന്മാർക്കാണ്. അപ്പോൾ എപ്പോഴും AI എന്നുള്ളതിലുപരി നമ്മൾ മാർക്കറ്റിംഗ് സൈക്കോളജി പഠിക്കേണ്ടതുണ്ട്, ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്, എങ്ങനെ ഒരാളുടെ നീഡിനെ ഫുൾഫിൽ ചെയ്യാം ത്രൂ മാർക്കറ്റിംഗ് എന്നുള്ളത് കൂടുതൽ അറിയേണ്ടതുണ്ട്, മാർക്കറ്റ് റിസർച്ച് എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ഇതൊക്കെ ഡോട്ടിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സിലാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. ഒബ്വിയസ്ലി AI ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ തിങ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റർ, ബട്ട് ദർ ആർ അതർ തിങ്സ് യു മസ്റ്റ് ലേൺ ആക്ച്വലി. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബിക്കോസ് നിങ്ങൾക്കൊരു ബിസിനസ്സിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസ് എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു സ്പെസിഫിക് കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോട്ടിനെ കുറിച്ച്, എന്താണ് ഡോട്ടിൻ, എങ്ങനെയാണ് ഡോട്ടിൻ ഗ്രോ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു മൊഡ്യൂൾ കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഡോട്ടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഡോട്ടിൻ എന്നുള്ളത്.